അങ്ങനെയാണ് 1978 ഞങ്ങളൊരു പിന്നെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഫിഷർമെൻസ് യൂണിയൻ എന്ന് പറഞ്ഞൊരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്തു. ഞാൻ അങ്ങനത്തെ ഒരു ഇതൊക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ട്രേഡ് യൂണിയനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബൈലോ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ അന്ന് തോമസ് കൊച്ചേരി, ഞാൻ, പിന്നെ വേറെ ചില ജോയിച്ചൻ ആൻ്റണി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. നിലവിലുള്ള രാജ്യത്തെ നിയമം അനുസരിച്ച് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലിലെ നിയന്ത്രണങ്ങൾ നടപ്പാക്കാനുള്ള അധികാരം, നിയമപരമായ അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. അപ്പം അന്ന് ഇന്ത്യയിൽ ഈ മത്സ്യബന്ധനം നിയന്ത്രിക്കാനോ ഒന്നും യാതൊരു നിയമവുമില്ല. ഒരു പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു ഫിഷറീസ് ആക്റ്റേ ഉള്ളൂ. അപ്പോൾ ആ ആക്ട് പ്രകാരം ഒന്നും ഈ യന്ത്രവൽകൃത മേഖലയും പരമ്പരാഗത മേഖലയും തമ്മിലുള്ള സംഘർഷത്തെ ഒന്നും നേരിടാനായിട്ട് ആ നിയമത്തിനൊന്നും ഇതില്ല. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് ഒരു തീരപ്രദേശത്ത് തന്നെയാണ്. തിരുവനന്തപുരത്തെ പൂന്തുറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പൂന്തുറ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പരമ്പരാഗത ചെറുകിട മീൻപിടുത്ത ഗ്രാമമാണ്. ഞാൻ 1952 ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാദർ ഒരു പട്ടാളത്തിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ശേഷം ബ്രിട്ടീഷ് ആർമിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ മദർ കല്യാണം കഴിച്ചിട്ട് പിന്നെ പുള്ളി ഫിഷ് ബിസിനസ്സിൽ ഏർപ്പെടുകയായിരുന്നു. എൻ്റെ പല ഫാദറിൻ്റെ ബ്രദറും ഒക്കെ മീൻപിടുത്തക്കാരുണ്ട്. ഫാദറിൻ്റെ ഫാദർ ശരിക്കും കടലിൽ പോയി മീൻ പിടിച്ചിട്ട് അപകടത്തിൽ മരിച്ച് ബോഡി പോലും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ കടലിൽ പരമ്പരാഗത ചെറുകിട മീൻപിടുത്ത ബാക്ക്ഗ്രൗണ്ടാണ് ഫാമിലിയിൽ. പക്ഷേ ഫാദർ ബിസിനസ്സിലേക്ക് വന്നു. അപ്പം ഞങ്ങളെയൊക്കെ മക്കളെയൊക്കെ പഠിപ്പിച്ചു. അപ്പം ഞാനൊന്നും പിന്നെ മത്സ്യബന്ധനത്തിലോട്ട് പോയിട്ടില്ല. പക്ഷേ എൻ്റെ കസിൻസ് പലരുമൊക്കെ അപ്പോഴും മത്സ്യബന്ധനം തുടരുന്നുണ്ടായിരുന്നു. ഫാദറിൻ്റെ ഒരു സിസ്റ്റർ മീൻ വിൽപ്പനക്കാരിയായിരുന്നു, തലച്ചുമടായിട്ട് മത്സ്യം വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ് വരെ ഞാനവിടെ പിന്നെ പൂന്തുറയിൽ അവിടെ ഒരു പള്ളിയുടെ ഒരു സ്കൂളുണ്ട്, അപ്പർ പ്രൈമറി സ്കൂൾ. അവിടെയാണ് പഠിച്ചത്. ഹൈസ്കൂൾ പിന്നെ സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലായിരുന്നു, പാളയം. ബസ്സിൽ അവിടെ നിന്ന് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, പിന്നെ ഡിഗ്രി മാറിവാനിസ് കോളേജ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ പിന്നെ സ്റ്റുഡൻറ്റ് കാത്തലിക് സ്റ്റുഡൻസിൻ്റെ ഒരു പ്രസ്ഥാനമുണ്ട്. അന്ന് ആദ്യം CSU, കാത്തലിക് സ്റ്റുഡൻസ് യൂണിയൻ, പിന്നെ ICF എന്ന് പറഞ്ഞിട്ടൊരു പേരിലാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോയി പ്രവർത്തിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു സോഷ്യൽ ഓറിയൻറ്റേഷനൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞ് 75 തന്നെ ഇവിടെ തിരുവനന്തപുരത്തൊരു മരിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബിഷപ്പ് പെരേരയുടെ കീഴിലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റിൽ ഞാൻ 75 ഞാനൊരു കമ്മ്യൂണിറ്റി ഓർഗനൈസറായിട്ട് ജോയിൻ ചെയ്തു. അത് ഈ ICF വന്നുള്ള ബാക്ക്ഗ്രൗണ്ടും. അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ പിള്ളേർക്കുള്ള സ്കൂൾ സൗജന്യ വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന പരിപാടികളിലൊക്കെ കുറച്ച് സാമൂഹിക ഓറിയൻറ്റേഷനൊക്കെ ഉണ്ടായതിനോട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സാമൂഹിക പ്രവർത്തന രംഗത്തേക്ക് വരുന്നത് 75. അപ്പോൾ 75 വന്നപ്പോൾ തന്നെ ICF എന്നെ ഒരു ട്രെയിനിങ്ങിന് അയച്ചായിരുന്നു, ബാംഗ്ലൂരിലെ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ട്, 3 മന്ത് ഒരു ഇൻറ്റൻസീവ് കോഴ്സ്. അപ്പോൾ അവിടെ പോയി. അവിടെ നിന്നാണ് കുറച്ചുകൂടെ ഒരു തിയററ്റിക്കൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കിട്ടുന്നത്. സോഷ്യൽ വർക്ക് കുറച്ചുകൂടെ ഒരു മാസ് മൊബിലൈസേഷൻ്റെ ആവശ്യകത, വെറും ഒരു സോഷ്യൽ വെൽഫെയർ അല്ല
വേണ്ടിയത്, കമ്മ്യൂണിറ്റി സ്ട്രക്ചറൽ ചേഞ്ച്, ഇതൊക്കെ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന ശേഷം എൻ്റെ ഗ്രൂപ്പിലുള്ളവർ തന്നെ എന്നോട് എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം തന്നു. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ കൂടുതലും ഈ കോപ്പറേറ്റീവ്സ് ആയിരുന്നു, ഫിഷർമെൻ കോപ്പറേറ്റീവ്സ്. അപ്പം ഇടത്തട്ടുകാരുടെ ചൂഷണത്തെ നേരിടാൻ വേണ്ടിയുള്ള കോപ്പറേറ്റീവ്സ് ആയിരുന്നു, അതിലായിരുന്നു ഞാൻ ആദ്യം പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ 78 ഇവിടെ ഒരു പിന്നെ ഈ ഫാദർ തോമസ് കൊച്ചേരിയൊക്കെ അന്ന് അവിടെ ഈ പൂത്ര പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. അവിടെ ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്ത ഒരു പ്രോജക്റ്റ്, ഒരു ബോട്ട് 5 അംഗ ഒരു ARC പദ്ധതി എന്ന് പറയും. അപ്പോൾ അതിനെതിരായിട്ടുള്ള അതിൽ വളരെ കറപ്ഷനൊക്കെ നടന്നിട്ട് അതിനെതിരായിട്ടൊരു സമരമൊക്കെ ഉണ്ട്. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മാസ് മൊബിലൈസേഷനിലുള്ള താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു വന്നപ്പോൾ ഞാനും അവരുടെ കൂടി. അങ്ങനെയാണ് 1978 ഞങ്ങളൊരു പിന്നെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഫിഷർമെൻസ് യൂണിയൻ എന്ന് പറഞ്ഞൊരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നു. ഞാൻ അങ്ങനത്തെ ഒരു ഇതൊക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ട്രേഡ് യൂണിയനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബൈലോ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ അന്ന് തോമസ് കൊച്ചേരി, ഞാൻ, പിന്നെ വേറെ ചില ജോയിച്ചൻ ആൻ്റണി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവരുടെ കൂടെയൊക്കെ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് ഈ ലാർജ് സ്കെയിലിൽ, അപ്പോൾ അന്ന് 79, 80 ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു മറ്റ് പല സംസ്ഥാനങ്ങളിലുമൊക്കെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഗോവയിൽ, തമിഴ്നാട്ടിലൊക്കെ അത് കൂടുതലും യന്ത്രവൽകൃത മത്സ്യബന്ധനവും പരമ്പരാഗത മത്സ്യബന്ധനവും തമ്മിലുള്ള സംഘർഷമായിരുന്നു. അപ്പോൾ അത് തീരക്കടലിൽ ഇരുകൂട്ടരും ഒരേ സ്ഥലത്ത് തന്നെ സ്പേസിന് വേണ്ടിയിട്ടും മത്സ്യത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ, അങ്ങനെ സംഘർഷം. അപ്പോൾ ആ ഒരു സംഘർഷം എല്ലായിടത്തും മൂർച്ഛിച്ചു വരികയായിരുന്നു, കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും. അപ്പോൾ ആ ഒരു ഇഷ്യൂവിലേക്ക് പിന്നെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു. അപ്പം അന്ന് ഈ ഗോവയിലുണ്ടായിരുന്ന അവിടെ വലിയ സംഘർഷം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരൊരു മുൻകൈ എടുത്തിട്ട്, അപ്പോൾ അന്ന് ഇന്ത്യയിൽ ഈ മത്സ്യബന്ധനം നിയന്ത്രിക്കാനോ ഒന്നും യാതൊരു നിയമവുമില്ല. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു ഫിഷറീസ് ആക്റ്റേ ഉള്ളൂ. അപ്പോൾ ആ ആക്ട് പ്രകാരം ഒന്നും ഈ യന്ത്രവൽകൃത മേഖലയും പരമ്പരാഗത മേഖലയും തമ്മിലുള്ള സംഘർഷത്തെ ഒന്നും നേരിടാനായിട്ട് ആ നിയമത്തിനൊന്നും ഇതില്ല. അപ്പം അവർ ഗോവയിലുള്ള യൂണിയൻസാണ് മുൻകൈ എടുത്തത്. നമുക്കൊരു ഒരു മറൈൻ നിയമം വേണം ഈ ട്രഡീഷണൽ ഫിഷർമെനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഈ മെക്കനൈസേഷൻ്റെ ഇതിനെ നേരിടാനുമായിട്ട്. അപ്പോൾ അങ്ങനെ അവർ മുൻകൈ എടുത്തിട്ട് തിരുവനന്തപുരത്തൊക്കെ അവർ തന്നെ ഇവിടെ വരികയും എല്ലാ സംസ്ഥാനങ്ങളുമൊക്കെ സന്ദർശിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ 79-80 ആദ്യമായിട്ട് ഞങ്ങൾ അത് ഈ 77 ഈ ജനതാ ഗവൺമെൻറ് വന്നല്ലോ, എമർജൻസി കഴിഞ്ഞുള്ള ഒരു ഘട്ടം. അപ്പോൾ 77 അത് കഴിഞ്ഞിട്ട് പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ അവരും കുറച്ചുകൂടെ ഒരു ഓപ്പണായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർ മുൻകൈ എടുത്തിട്ട്, ഗോവക്കാർ മുൻകൈ എടുത്തിട്ട് ഞങ്ങളൊരു ഡൽഹിയിൽ ഒരു സമരം അവർ നടത്താനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരണം. അപ്പോൾ ഞാനും ഇവിടെ കേരളത്തിൽ നിന്ന് അതിൻ്റെ ഭാഗമായി ഞാനും പോയിരുന്നു. അപ്പോൾ ഇവിടുത്തെ വേറെ ചില രണ്ട് മൂന്ന് പേരുണ്ട്. അപ്പോൾ തോമസ് കൊച്ചേരി അന്ന് വന്നിട്ടില്ലായിരുന്നു ആദ്യം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഇഷ്യൂസും നമ്മുടെ ട്രോളർ ഇഷ്യൂസും ഒക്കെ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞങ്ങളവിടെ പോയി പിന്നെ കൃഷിമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ ധർണയൊക്കെ നടത്തി. അപ്പോൾ ഇന്നത്തെ പോലെയൊന്നുമല്ല, അന്ന് വളരെ ഫ്രീ ആയിരുന്നു. അവിടെ പോയി ഒരു സമരമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ റെസിഡൻസിന് മുമ്പിൽ. അപ്പോൾ അവർ പുതിയ ഗവൺമെൻറ് കുറച്ചുകൂടെ ഒരു ഓപ്പണായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് നിങ്ങളെല്ലാം ഭാഗത്ത് വന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സുർജിത് സിംഗ് ബർണാല എന്ന് പറഞ്ഞൊരു, അന്ന് പുള്ളിയായിരുന്നു അഗ്രികൾച്ചർ മിനിസ്റ്റർ. അപ്പോൾ കേന്ദ്രത്തിൽ ഫിഷറീസിനൊരു മന്ത്രാലയം ഇല്ല, കാർഷിക മന്ത്രാലയത്തിനകത്താണ് ഫിഷറീസും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്, അപ്പം മറൈൻ ഇങ്ങനെയൊരു നിയമം വേണം, അതിനുവേണ്ടി ഞങ്ങളൊരു മറൈൻ ബില്ല് പാസ്സാക്കുക നിങ്ങൾ, എന്നിട്ട് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള നിയമം വേണം, അതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചു. ഹി വാസ് വെരി ഓപ്പൺ. ഞങ്ങൾ ശരിക്കും പുള്ളി തന്നെ പറഞ്ഞു നിങ്ങൾ പ്രൈം മിനിസ്റ്ററൊക്കെ കാണും.
അങ്ങനെ ഞങ്ങൾ പോയി മൊറാർജി ദേശായിയൊക്കെ കണ്ടെന്ന് പുള്ളിയായിരുന്നു. അപ്പോൾ അങ്ങനെ പല എം പിമാരെയൊക്കെ കണ്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ അന്നൊന്നും ഇത് ഇന്നത്തെ ഒരു സാഹചര്യമല്ല. കുറച്ചുകൂടെ എല്ലാവരും ഇതൊക്കെ ലിസൺ ചെയ്യാനും ഓപ്പൺ അപ്പ്. ഡൽഹിയിൽ പോയൊരു ആവശ്യത്തിനിപ്പോൾ ദൂരെ നിന്നൊക്കെ ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ അവർക്കും വലിയ കാര്യമായിരുന്നു അത്. ഇന്നത്തെ പോലെ ഒന്നുമല്ല. ട്രെയിനിലൊക്കെ പോയി അന്ന് കരിവണ്ടിയാണ് ഞാൻ ഓർക്കുന്നുണ്ട്. ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻ പോലും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അതിൽ അവർ വളരെ പോസിറ്റീവായിട്ട് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിട്ട് എങ്ങനെ നിയമം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഒരു മജുംദാർ കമ്മിറ്റിയെ നിയമിക്കുന്നത്. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. അപ്പോൾ അങ്ങനെ മജുംദാർ കമ്മിറ്റി എല്ലാവരുടെ അഭിപ്രായങ്ങൾ തേടി, ഞങ്ങളുമൊക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുത്തു. അവസാനം അവർ പഠിച്ചിട്ട് പറഞ്ഞത്, ഈ നിലവിലുള്ള രാജ്യത്തെ നിയമം അനുസരിച്ച് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലിലെ നിയന്ത്രണങ്ങൾ നടപ്പാക്കാനുള്ള അധികാരം, നിയമപരമായ അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. അപ്പോൾ 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്താണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമാധികാരമുള്ളൂ. അപ്പം മജുംദാർ കമ്മിറ്റി പറഞ്ഞു, ഇവരുടെ ഈ സംഘർഷം കൂടുതലും നടക്കുന്നത് അന്ന് ഈ ഔട്ട്ബോർഡ് മോട്ടറൊന്നും ഇല്ല കേട്ടോ. പരമ്പരാഗതക്കാരെന്ന് പറഞ്ഞാൽ കായിക അധ്വാനം കൊണ്ടും പായൊക്കെ ഉപയോഗിച്ചുമൊക്കെ മീൻ പിടിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ മീൻപിടുത്തം തീരക്കടലിലായതിനാൽ ഈ നിയമനിർമ്മാണം നടത്തേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളുമാണ്, തീരദേശ സംസ്ഥാനങ്ങളുമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ തന്നെ ഒരു മോഡൽ, സംസ്ഥാനങ്ങൾ നടപ്പാക്കേണ്ട നിയമത്തിൻ്റെ ഒരു മോഡൽ അവർ തയ്യാറാക്കി റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തു. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ തീരദേശ സംസ്ഥാനങ്ങൾക്കും ഇതും കൂടെ വെച്ച് കത്തയക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇത് ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കണം. ആ നിയമത്തിലൂടെ മാത്രമേ ഇത് നേരിടാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ 1980 തന്നെ അവർ ഇത് കേന്ദ്രം അയച്ചു കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ഞങ്ങളിവിടെ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി, എല്ലാ സംസ്ഥാനങ്ങളിലും, ഗോവ, കേരളത്തിലുമൊക്കെ. അപ്പോൾ ആദ്യം നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് കേരള. ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു, കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ അന്ന് 80 അങ്ങനെ ഒരു ആക്ട് ഉണ്ടായി, ഒരു ഓർഡിനൻസ് മുഖേന. അത് പിന്നെ നിയമമായി, നിയമസഭയിൽ പാസ്സാക്കി. ഗോവയിലുണ്ടായി, തമിഴ്നാട്ടിലുണ്ടായി. ഈ സംഘർഷങ്ങൾ എവിടെയൊക്കെ ഉണ്ടായോ എവിടെയൊക്കെ മീൻപിടുത്തക്കാർ ഇത് ആവശ്യപ്പെട്ടോ ആ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ ആദ്യം വന്നുള്ളൂ. അപ്പം അങ്ങനെ ആദ്യത്തെ സംസ്ഥാനങ്ങൾ കേരളവും ഗോവയും തമിഴ്നാടും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ തീരദേശ സംസ്ഥാനങ്ങളും അത് നടപ്പാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം നടപ്പായത് ഗുജറാത്തിലൊക്കെ കണ്ടാണ്. അപ്പം അങ്ങനെ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ സംഘർഷത്തെ